2024 LSS പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ഗണിത ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ഓരോ ഗണിത ചോദ്യവും ചെയ്യാം. നിങ്ങൾക്കറിയാം 12 ചോദ്യങ്ങളാണ്, ആകെ 20 സ്കോർ. ഈ 12 ചോദ്യങ്ങളിൽ നിന്ന് 20 സ്കോറും വാങ്ങാൻ കഴിയണം. അതിന് ആവശ്യമായ രീതിയിൽ വളരെ ലളിതമായാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ വിശദീകരിക്കുന്നത്. ശ്രദ്ധയോടെ കാണുക. കണ്ടാൽ മാത്രം പോരാ, അത് ചെയ്ത് പഠിക്കുകയും കൂടി വേണം. അപ്പൊ തുടങ്ങാം. 2 ഭാഗമായിട്ടാണ്. ഇതിലെ ആദ്യത്തെ ഭാഗത്തിലെ കുറച്ച് ചോദ്യങ്ങൾ, ബാക്കിയുള്ള ചോദ്യങ്ങൾ രണ്ടാം ഭാഗത്ത്. തുടങ്ങാം. സ്കൂൾ വാർഷികാഘോഷത്തിന് സംഘനൃത്തം, ഒപ്പന, തിരുവാതിര എന്നീ ഇനങ്ങളിൽ ഓരോന്നിലും 28 പേർ വീതം പങ്കെടുക്കുന്നുണ്ട്. സംഘനൃത്തത്തിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിക്ക് 350 രൂപ വീതവും ഒപ്പന, തിരുവാതിര എന്നിവയിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിക്ക് 175 രൂപ വീതവും വേഷത്തിന് വാടകയായി കൊടുക്കണം. അപ്പൊ ഇതൊരു പ്രസ്താവനയാണ്. ഇനി ഈ പ്രസ്താവന വെച്ച് 2 ചോദ്യങ്ങൾ ഇതിലുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താ? വേഷത്തിന് വാടകയായി ആകെ എത്ര രൂപ കൊടുക്കണം? ഈ ഒന്നാമത്തെ ചോദ്യത്തിന് 4 സ്കോറാണ്. അപ്പൊ 4 സ്കോറിന്റെ ഗൗരവത്തിൽ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിക്കണം. രണ്ടാമത്തെ എന്താ? നാടകത്തിൽ പങ്കെടുത്ത 8 കുട്ടികൾക്കും കൂടി 864 രൂപ ചിലവായി. ഇത് 8 പേരും തുല്യമായി വീതിച്ചാൽ ഒരു കുട്ടി എത്ര രൂപ കൊടുക്കണം? ഇത് ഒരു സ്കോറിന്റെ ചോദ്യമാണ്. അപ്പോൾ ഈ ഒന്നാമത്തെ ചോദ്യത്തിന് നമുക്ക് കിട്ടുക 4 1 5 സ്കോറാണ്. ഈ 5 സ്കോർ നമുക്ക് ഇതേപോലെ, ഇത് പ്രശ്ന അപഗ്രഥന വിഭാഗത്തിൽപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഈ 5 സ്കോർ വാങ്ങാം. എന്നാ അതെങ്ങനെയെന്ന് നോക്കാം. എന്താ ചോദിച്ചിരിക്കുന്നത്? വേഷത്തിന് വാടകയായി ആകെ എത്ര രൂപ കൊടുക്കണം? അങ്ങനെ ഒരു ചോദ്യം കിട്ടിയാല് എന്താ വേണ്ടത്? ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള വേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ആലോചിക്കണം, അല്ലേ? ആ ചോദ്യം മനസ്സിലുണ്ടാകണം. ഇതിൽ പറഞ്ഞിട്ടുള്ള വേഷങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ ശ്രദ്ധയോടെ ചോദ്യത്തിലേക്ക് പോവുക. ഈ ചോദ്യം വായിക്കുന്നു. ഈ ചോദ്യത്തിൽ നിന്ന് നമുക്ക് ഇതിൽ പറഞ്ഞ കാര്യങ്ങളിലേക്ക് പോകുന്നു. എന്താ വേഷം? സ്കൂൾ വാർഷികാഘോഷത്തിന് സംഘനൃത്തം, ഒപ്പന, തിരുവാതിര, അങ്ങനെ 3 ഐറ്റംസ് ആണുള്ളത്. ആ 3 ഐറ്റംസിന് അതാണ് അതിന്റെ വേഷം. അപ്പൊ എന്താ? സംഘനൃത്തം. പിന്നെന്താണ്? ഒപ്പന, തിരുവാതിര. ഇങ്ങനെ 3 വേഷം, അല്ലേ? ഇനി സംഘനൃത്തത്തിന് കൊടുക്കേണ്ടത് എത്രയാ? ഒരു കുട്ടിക്ക് 350 രൂപയാണ്. ഒപ്പനക്കും തിരുവാതിരക്കും കൊടുക്കേണ്ടത് ഓരോ കുട്ടിയും 175 രൂപ. ഇതും 175 രൂപ. ഓരോന്നിലും എത്ര കുട്ടികളുണ്ടെന്നാണ് ചോദ്യം പറഞ്ഞിട്ടുള്ളത്? ഇതാ. എന്നീ ഇനങ്ങളിൽ ഓരോന്നിലും 28 വരെ വീതമുണ്ട്. അപ്പൊ ഇത് ഒരു കുട്ടിയുടേതാണ് 350, ഇത് ഒരു കുട്ടിയുടേതാണ്, ഇതും ഒരു കുട്ടിയാണ്. പക്ഷെ ഓരോന്നിലും 28 കുട്ടി ഉണ്ടാവുമ്പോൾ നമ്മൾ ഓരോന്നിന്റെയും ആകെ എങ്ങനെ കാണും? 28 കൊണ്ട് ഗുണിക്കണം. ഇതിനെയും 28 കൊണ്ട് ഗുണിക്കണം, ഇതിനെയും 28 കൊണ്ട് ഗുണിക്കണം, ഇതിനെയും 28 കൊണ്ട് ഗുണിക്കണം, അല്ലേ? അപ്പം ശ്രദ്ധിക്കണേ. ഇതിന് 350-നെയും 28, 175-നെയും 28,
175നെയും 28 എന്നിങ്ങനെ എല്ലാം കൂടെ ഗുണിച്ച് കൂട്ടാൻ എടുക്കുന്ന സമയം ഒരുപാടുണ്ട് അല്ലേ? നമുക്ക് എന്താ വേണ്ടത്? ഇതിന്റെ ഉത്തരമൊക്കെ കാണണം, ഇങ്ങനെ ഗുണിച്ച് കാണണം. അതോടൊപ്പം തന്നെ എളുപ്പത്തില് സമയം കുറച്ച് ചെയ്യാനും കഴിയണം. അപ്പോ ഒരു എളുപ്പ വഴിയാണ് ഞാൻ പറയുന്നത്, ശ്രദ്ധയോടെ കാണുക. ഇതിവിടെ 2 175. ഈ 2 175 ചേർന്നാൽ എത്രയാ? 175 175 350 അല്ലേ? അതൊക്കെ മനസ്സ് കൂട്ടണേ. 175 175 മനസ്സ് കൂട്ടാനുള്ള കഴിവ് നമ്മളെ പരിശീലിക്കണം, എന്നാലേ അത് കിട്ടുള്ളൂ. അപ്പൊ 175 175 കൂട്ടി 350. ഇത് 350, ഇവിടെ ഉണ്ട്, ഇവിടെ 350. അപ്പൊ ഈ 350ഉം ഈ 350ഉം കൂടെ കൂട്ടി എത്രയാ? 700. ആ 700നെ ഇതിൽ ഏതെങ്കിലും ഒരു 28 ഗുണിച്ചാൽ മതി. എല്ലാം 28 എടുക്കണ്ട. ഇതിൽ 3ലും പൊതുവായിട്ട് എന്താ ഉള്ളത്? 28 അല്ലേ? അപ്പൊ ഇത് ആകെ കൂട്ടുന്നു, എന്നിട്ട് അതിനെ 28 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇതിനെ 700നെ 28 ഗുണിക്കാനുള്ള ഒരു എളുപ്പ വഴിയില്ലേ? എന്താ? 28നെ 7 കൊണ്ട് ഗുണിച്ചാൽ മതി. മനസ്സ് ഗുണിക്കുക അല്ലേ? 7 8 56, ബാക്കി 5. 7 2 14 5 19. പിന്നെ ഇവിടെയുള്ള 2 0. 19,600 രൂപ. രൂപ എന്ന് എഴുതണം കേട്ടോ. 19,600 മാത്രം എഴുതിയാണെങ്കിൽ ഉത്തരം തെറ്റിപ്പോവും. എത്ര രൂപ എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്? 19,600 രൂപ എന്ന് തന്നെ എഴുതിയാലാണ് ശരിയാകും. അപ്പൊ നമ്മൾ 328 വേറെ കുഞ്ചിട്ടല്ലത്, അല്ലാണ്ട് തന്നെ നമ്മൾ വളരെ എളുപ്പത്തിലാണ് ഇതിന്റെ ഉത്തരം കണ്ടിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം. നാടകത്തിൽ പങ്കെടുക്കുന്ന 8 കുട്ടികൾക്കും കൂടി 864 രൂപ ചെലവായി. ഇത് 8 പേരും തുല്യമായി വിരിച്ചാൽ ഒരു കുട്ടി എത്ര രൂപ കൊടുക്കണം? ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ശ്രദ്ധിക്കണേ. തുല്യമായി വീതിച്ചാൽ. തുല്യമായി വീതിച്ചാൽ എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ വരേണ്ട ക്രിയ എന്താണെന്നറിയോ? ക്രിയകൾ 4 എന്തൊക്കെയാ? സങ്കലനം, വ്യവകലനം, ഗുണനം, ഹരണം. ഇതിൽ നമ്മൾ ഒന്നാമത്തെ നമ്മൾ ഗുണനമാണ്, ഗുണനവും സങ്കലനവും ചേർത്താണ്. ഇതിൽ വീതിക്കലാണ് വരുന്നത്. വീതിക്കുമ്പോ ഈ പറഞ്ഞ 4 ക്രിയയിൽ ഏതാണ്? ഹരണമാണ്. ഹരണം. അതായത് ആകെ 864 രൂപയാണ്. 8 കുട്ടികളാണ്. അപ്പോ 864 രൂപയെ 8 കൊണ്ട് ഹരിക്കുക. ശ്രദ്ധിക്കണം എങ്ങനെയാണ് ഇതിനെ ഹരിക്കുന്നത്. നമുക്ക് ഇതാ ഇവിടെ 8നെ 8 കൊണ്ട് ഹരിക്കാം അല്ലേ? 1 കിട്ടും. അപ്പൊ 1 8 8, അടിയിൽ 0 ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ എന്താ? 64. 64നെ എങ്ങനെ ഹരിക്കും? ഇവിടെ 8 64 8 കൊണ്ട് ഹരിച്ച 8 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അങ്ങനെ ഇവിടെ 8 എന്നാണ് എഴുതുന്നതെങ്കിൽ ഉത്തരത്തിൽ പോകും. എന്താ അറിയോ? ആദ്യം നമ്മൾ 6 എടുക്കുക. 6ല് 8 അടങ്ങില്ല, ഇത് ചെറുതല്ലേ? അങ്ങനെയാവുമ്പോ ഇവിടെ ഒരു 0 എണ്ണം, എന്നിട്ട് വേണം 64 8 കൊണ്ട് ഹരിക്കാം. അത് കിട്ടും 8. അതായത് ഈ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം 108 രൂപ. ഓക്കെ, അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. സമചതുരാകൃതിയായ ഒരു ടൈലിന്റെ ഒരു വശത്തിന്റെ നീളം 30 സെന്റിമീറ്റർ ആണ്. ഇവിടെ ഒരു പ്രസ്താവനയാണ്. ആ പ്രസ്താവനയെ അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് എ ബി സി ഡി 4 ചോദ്യങ്ങളുണ്ട്. അതിൽ എയും ബിയും സിയും ഓരോ സ്കോർ വീതമാണ്. എന്നാൽ ഡി 2 സ്കോർ. ഇപ്പൊ 3 2 5 സ്കോറിന്റെ ഒരു ചോദ്യമാണ് ഈ രണ്ടാമത്തത്. നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ടൈലിന്റെ ചുറ്റളവ് എത്രയാണ്? രണ്ടാമത്തത്, അതായത്
ഇതിലെ രണ്ടാമത്തെ ചോദ്യം, ഒരു ടൈലിനെ ഒരേപോലുള്ള 2 കഷണങ്ങളാക്കിയാൽ ഒരു കഷണത്തിന്റെ നീളം എത്രയാണ്? 4 ടൈലുകൾ സമചതുരാകൃതിയിൽ ചേർത്ത് വെച്ചാൽ അതിന്റെ ഒരു വശം എത്ര? 2 ടൈലുകൾ ചേർത്ത് വെച്ചാൽ കിട്ടുന്ന ചതുരത്തിന്റെ ചുറ്റളവ് എത്ര? ഇതാണ് ഈ ഒരു പ്രസ്താവനയും അതിനെ അടിസ്ഥാനമാക്കി 4 ചോദ്യങ്ങൾ. ടൈലിന്റെ ചുറ്റളവ് എത്രയാണ്? എന്താ? ടൈൽ സമചതുരാകൃതിയായ ഒരു ടൈലാണ്. സമചതുരം എന്ന് പറഞ്ഞാൽ എന്താ? 4 വശമുള്ളതാണ് ചതുരം. സമചതുരമാകുമ്പോൾ അതിന്റെ സമമാണ് അതിന്റെ വശങ്ങളെല്ലാം. 4 വശങ്ങൾ തുല്യമായതാണ് അല്ലേ? അപ്പൊ ഇതാണ് അതിന്റെ രൂപം. ഈ വശവും ഈ വശവും ഈ വശവും ഈ വശവും 4 വശവും തുല്യമാണ്. അതാണ് സമചതുരം, ചതുരാകൃതിയാണ്. എന്താ ചോദിച്ചിരിക്കുന്നത്? ഇതിന്റെ ചുറ്റളവാണ്. എന്താ ചുറ്റളവ്? 4 വശവും കൂടെ കൂട്ടിയാൽ എത്ര? അതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു വശം തന്നിട്ടുണ്ടോ? ഉണ്ടല്ലോ, 30 സെന്റിമീറ്റർ. ഇതിന്റെ ഒരു വശം 30 സെന്റിമീറ്റർ ആണെങ്കിൽ ചുറ്റളവ് എങ്ങനെ കാണും? 4 30 കൂട്ടുക അല്ലെ? 4 വശം. അതിന് എളുപ്പവഴി എന്താ? 30നെ 4 കൊണ്ട് ഗുണിച്ചാൽ മതി. 3 12 ഈ 0 120 സെന്റിമീറ്റർ എന്ന് എഴുതണേ. 120 മാത്രം എഴുതിയ ഉത്തരം തെറ്റാണ്. ചുറ്റളവ് അതിന്റെ യൂണിറ്റിൽ പറയണം. ഇവിടെ യൂണിറ്റ് എന്താണ്? സെന്റിമീറ്റർ ആണ്. അതുകൊണ്ട് 120 സെന്റിമീറ്റർ. CM എന്ന് എഴുതിയാലും അത് സെന്റിമീറ്റർ എന്നാണ് അർത്ഥം. ഓക്കെ, അടുത്തെന്താ? ഒരു ടൈലിനെ ഒരേപോലുള്ള 2 കഷണങ്ങളാക്കിയാൽ ഒരു കഷണത്തിന്റെ നീളം. അപ്പം ഇതാണ് ടൈല്, 30 മീറ്റർ ആണ്. ഒരേപോലുള്ള 2 കഷണങ്ങളാക്കുക എന്ന് പറഞ്ഞാൽ ഇതിനെ പകുതിയാക്കുക എന്നാണ് അർത്ഥം. ഈ ടൈലിനെ പകുതിയാക്കി. അതിന്റെ നീളം ഇതാണ്, വീതി ഇതാണ്. ഈ സമചതുരത്തിന്റെ വശം എത്രയാണ്? 30. ഇതിനെ ചതുരമാക്കുമ്പോൾ ഈ നീളത്തിന് ഒരു വ്യത്യാസമില്ല. എത്രയാ? 30 സെന്റിമീറ്റർ തന്നെയാണ് ഇതിന്റെ ചതുരത്തിന്റെ നീളം. പക്ഷെ വീതി എന്താണ്? വീതി ഇതിന്റെ പകുതിയാവും. അത് 15. നീളം 30 സെന്റിമീറ്റർ, വീതി 15 സെന്റിമീറ്റർ. പക്ഷെ ഇവിടെ നീളം ചോദിച്ചിരിക്കുന്നത് അല്ലേ, വീതിയല്ല. അപ്പൊ 30 സെന്റിമീറ്റർ എന്ന് എഴുതിയാൽ മതി. അടുത്തെന്താ? 4 ടൈലുകൾ സമചതുരാകൃതിയിൽ ചേർത്ത് വെച്ചാൽ അതിന്റെ ഒരു വശം എത്ര? അപ്പൊ 4 ടൈല് നമുക്ക് വെച്ച് നോക്കാം. ഒരു ടൈല് സമചതുരാകൃതിയിൽ വെക്കണം. മറ്റൊരു ടൈല് ഇതൊരു സമചതുരാകൃതിയിലുള്ള 4 ടൈലായി. ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഒരു വശം എത്ര? അതായത് ഇത് 30 ആണ്, ഇത് 30 ആണ്, ഇത് 30, ഇതും 30, ഇങ്ങനെ 30 ആയിട്ടാണ് വരുന്നത്. അപ്പൊ 30 കൂടെ കൂട്ടി എത്ര വരും? 60 സെന്റിമീറ്റർ ആണ് അതിന്റെ ഉത്തരം. 4-മത്തത്. ഇതിന് 2 സ്കോർ ഉണ്ട്. ഇപ്പൊ പറഞ്ഞിരിക്കുന്ന 3നും ഓരോ സ്കോറാണ്. അടുത്തത് 2 സ്കോറിന്റെ ചോദ്യം. 2 ടൈലുകൾ ചേർത്ത് വെച്ചാൽ കിട്ടുന്ന ചതുരത്തിന്റെ ചുറ്റളവ് എത്രയാണ്? ഇപ്പൊ 2 ടൈലുകൾ ചേർത്ത് വെക്കുന്നു. ഒരു ടൈല് ഇങ്ങനെ, ഒരു ടൈല് ഇങ്ങനെ. അപ്പൊ ഇവിടെ ഒരു ചതുരം കിട്ടി. ചുറ്റളവ് നേരത്തെ പറഞ്ഞല്ലോ, എന്താണ്? വശങ്ങളുടെ ആകെ നീളമാണ്. ഇത് 30, ഇതും 30, ഇത് 30, ഇതും 30, ഇതും 30, ഇതും 30. സത്യത്തിൽ ഇവിടെ ആകെ എത്ര 30 ഉണ്ട്? 1 2 3 4 5 6 30. 30നെ 6 കൊണ്ട് ഗുണിച്ചാൽ മതി. 180 സെന്റിമീറ്റർ. അല്ലെങ്കിൽ ഇത് എത്രയാ? 30 60. അതിന്റെ കൂടെ ഇതിന്റെ വീതി 30 കൂട്ടിയാൽ 90. അതിനെ 2 കൊണ്ട് ഗുണിച്ചാലും മതി. 90നെ 2 കൊണ്ട് ഗുണിച്ചാലും 150 സെന്റിമീറ്റർ. ഇതിലെ 4 ചോദ്യവും
അതിന്റെ ഉത്തരം കിട്ടിയല്ലോ. 5 സ്കോറായി. നേരത്തെ 5 കിട്ടി, ഇത് 5 കിട്ടി. ഇപ്പൊ 10 സ്കോർ നിങ്ങളുടെ കയ്യിലായി. അടുത്തത് നോക്കാം. 35 നൂറുകളും 250 പത്തുകളും ചേർന്ന സംഖ്യ എത്ര ആയിരങ്ങൾക്ക് തുല്യമാണ്? അപ്പൊ ഇതിനെ നമുക്കൊന്ന് വിശദമായിട്ട് ചെയ്യേണ്ടി വരും. പക്ഷെ ഒരു സ്കോറേ ഉള്ളൂ. 35 100 എങ്ങനെ കാണും? 35 ഇടുക, നൂറുകൾ അതിൽ എത്ര പൂജ്യം ഉണ്ട്? 100ൽ 2 പൂജ്യം ഉണ്ട്. അത് ഇവിടെ ഇട്ടേക്ക്. 35 100ആയി. പ്ലസ് എന്താ? 250 പത്തുകൾ. 250 എഴുതുന്നു. എന്നിട്ട് 10ൽ എത്ര പൂജ്യം ഉണ്ട്? 1 പൂജ്യം. 2500. അത് ഇവിടെ ഇട്ടേക്ക്. എന്നിട്ട് ഇത് കൂട്ടുക. കൂട്ടുമ്പോൾ എത്ര വരും? 6000 കിട്ടും. 3500ഉം 2500 കൂടെ കൂട്ടിയാൽ 6000 കിട്ടും. എത്ര ആയിരങ്ങൾക്ക് തുല്യമാണ്? 6000 എന്ന് പറഞ്ഞാൽ 6000 എന്നർത്ഥം. 6 ഇതിന്റെ ഉത്തരം. എത്ര ആയിരങ്ങൾക്ക് തുല്യമാണ്? 6 ആയിരങ്ങൾക്ക് തുല്യമാണ്. 65 ഗുണം 8ന് തുല്യമായ ഉത്തരം കിട്ടാൻ 130നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കണം? 65 ഗുണം 8 സമം 130 ഗുണിക്കണം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും? നമ്മളിപ്പോഴും അറിയിക്കേണ്ടതാണ് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യണം. വിഷമിച്ച് ചെയ്ത് ഉത്തരം കണ്ടുപിടിച്ച് നമ്മുടെ സമയം പോക്കുക എന്നുള്ളതല്ല, സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യാം. ഇവിടെ 65, ഇവിടെ 130 എന്ന് പറഞ്ഞാൽ 65നെ 2 കൊണ്ട് ഗുണിച്ചാൽ 130 അല്ലേ? അപ്പൊ 65നെ 2 കൊണ്ട് ഗുണിച്ചിട്ടാണ് ഇവിടെ 130 കിട്ടിയത്. ഇവിടെ എത്ര ഉണ്ട്? 8. അപ്പൊ എന്ത് ചെയ്യാം? 8നെ 2 കൊണ്ട് ഹരിക്കുക. എത്ര വരും? 65 ഗുണിക്കണം 8ഉം 130 ഗുണിക്കണം 4 ആണ് സമം. അപ്പൊ ചോദിച്ചിരിക്കുന്നത് എന്താ? തുല്യമായ ഉത്തരം കിട്ടാൻ 130നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കണം? 4 കൊണ്ട് ഗുണിക്കണം. ഇത് ഇരട്ടിയാകുമ്പോ ഇത് പകുതിയാകും. 8 പകുതിയാകുമ്പോ അത് 4. അപ്പൊ ആകെ 20 സ്കോറിന്റെ 12 ചോദ്യങ്ങളാണ്. അതിൽ നമ്മളിപ്പോ 12 സ്കോറിന്റെ 4 ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. അടുത്ത ഭാഗത്തിലെ 8 ചോദ്യങ്ങൾ ഓരോ സ്കോറിന്റെ ചോദ്യങ്ങളാണ് പരിചയപ്പെടുന്നത്. ഓക്കെ.